ഹലോ ഗൈസ്, വെൽക്കം ടു ഫൺ വിത്ത് ഷാൻ. ഫൺ വിത്ത് ഷാൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് ടോക്സിക് പാരൻറ്റിങ് ഇൻ മലയാളം മൂവീസ്. അതിൽ സ്ഫടികമുണ്ട്, ഗോഡ് ഫാദറുണ്ട്, നാട്ടുരാജാവുണ്ട്, ജോർജ് കുട്ടി സിയോ ജോർജ് കുട്ടി, ടൈം എന്ന മൂവിയുണ്ട്. ഗോഡ് ഫാദർ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത പടമാണ് ഗോഡ് ഫാദർ. അഞ്ഞൂറാനും ആനപ്പാറയിലെ അച്ചാമ്മയും തമ്മിലുള്ള കലഹമാണ് ഈ കഥയിൽ പറയുന്നത്. അഞ്ഞൂറാന്റെ ഭാര്യയെ അച്ചാമ്മയുടെ ഹസ്ബൻഡ് വെട്ടിക്കൊന്നു. അതിന് പകരമായിട്ട് ഈ ഹസ്ബൻഡിനെ അഞ്ഞൂറാൻ വെട്ടിക്കൊന്നു. ഇതിന് ശേഷം അഞ്ഞൂറാൻ വേറൊരു കല്യാണം കഴിക്കുകയോ തൻ്റെ മക്കളെ കല്യാണം കഴിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സ്വാമിനാഥൻ എന്ന ഇന്നസെന്റ് കഥാപാത്രം കല്യാണം കഴിച്ചതിന് അദ്ദേഹത്തെ നന്നായി അടിക്കുകയും ചെയ്തു. രാമഭദ്രൻ അദ്ദേഹത്തെ എതിർത്തു. അദ്ദേഹം സ്വന്തം മക്കളെ തെരുവ് ഗുണ്ടകളെ പോലെയാണ്. അദ്ദേഹം പറയുമ്പോൾ തല്ലാനും അടിക്കാനും സ്വന്തം മക്കളുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടി അവരെ തല്ലിക്കൊല്ലാൻ അയാൾ മടിക്കില്ല. അഞ്ഞൂറാൻ തന്റെ തെറ്റ് സമ്മതിക്കുകയും തന്റെ മക്കളെയും മരുമക്കളെയും വീട്ടിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. അടുത്ത നമ്മൾ പറയുമ്പോൾ ടൈം. 2007 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമായ പടമാണ് ടൈം. സുരേഷ് ഗോപി ഇതിൽ ഡ്യുവൽ റോളായിട്ട് വന്നിട്ടുള്ളത് അപ്പൻ മേനോനായിട്ടും SP വിശ്വന്ത മേനോനായിട്ടും. ഇതിൽ അച്ഛൻ കഥാപാത്രമായ സുരേഷ് ഗോപി ഒരു ക്രൂരനായ പിതാവാണ്. ക്രൂരൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടാള ചിട്ടയുള്ള പിതാവ്. അതിരാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാത്തതിന് സ്വന്തം മകനെ ബെൽറ്റ് കൊണ്ട് അടിച്ച് എണീപ്പിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യാത്തതിന് അദ്ദേഹത്തിന്റെ മകനെ ചവിട്ടി. മുങ്ങൽ പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം മകനെ വെള്ളത്തിൽ മുക്കി പഠിപ്പിച്ചു. അടുത്തത് നാട്ടുരാജാവ്. 2004 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പടമാണ് നാട്ടുരാജാവ്. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായ പടത്തിൽ പുലിക്കാട്ടിൽ മാത്തച്ഛൻ എന്ന കഥാപാത്രമാണ് മോഹൻലാലിന്റെ അച്ഛൻ. അദ്ദേഹം ഒരു ക്രൂരനായ പിതാവും ക്രൂരനായ മനുഷ്യനും ഒരു മൃഗമായിരുന്നു അയാൾ. അയാൾ പലരെയും വിഷമിപ്പിച്ചു. സ്വന്തം ഭാര്യയെയും മക്കളെയും നാട്ടുകാരെയും വിഷമിപ്പിച്ചു. പാട്ട് പാടി തന്നെ സ്വന്തം മകനെ സ്റ്റേജിന് വലിച്ചിറക്കി ബെൽറ്റ് കൊണ്ട് അടിച്ചു. മകന് സ്വത്ത് നൽകുമ്പോൾ ഇത് യജമാൻ തരുന്ന ഔദാര്യമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അയാൾക്ക് താല്പര്യം പെണ്ണിനോടും കള്ളിനോടും പല തരത്തിനോടാണ്. പാവങ്ങളെ ചുട്ടുകൊന്നും സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റിയാണ് അദ്ദേഹം ജീവിച്ചത്. ഇയാളൊരു മാപ്പും അറിയിക്കുന്നില്ല. അങ്ങനെയുള്ള തെറ്റുകളാണ് ഇയാൾ ചെയ്യുന്നത്. ഇയാൾ ചെയ്ത തെറ്റിന് ഇയാൾക്ക് ഒരാൾ കൊടുത്തു, അയാളെ കൊന്നു. അടുത്ത് പറയാൻ പോകുന്നത് ജോർജ് കുട്ടി സിയോ ജോർജ് കുട്ടി. ഹരിദാസ് കേശവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പടമാണ് ജോർജ് കുട്ടി സിയോ ജോർജ് കുട്ടി. ജയറാമും തിലകനും കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച പടമാണ് ജോർജ് കുട്ടി സിയോ ജോർജ് കുട്ടി. ഇതിൽ തിലകൻ ചേട്ടൻ ഒരു ടോക്സിക് ഫാദർ ഇൻ ലോ ആൻഡ് ഫാദർ ആൻഡ് ലാൻഡ് ലോർഡ്. അദ്ദേഹം സ്വന്തം കുടുംബക്കാരോടും സ്വന്തം മകളോടും സ്വന്തം മരുമകനോടും ക്രൂരമായാണ് പെരുമാറിയിട്ടുള്ളത്. ഇതിൽ ഒരു ബ്രോക്കർ ജയറാമട്ടൻ ഒരു സമ്പന്ന കുടുംബത്തിൽ പറഞ്ഞ ചെക്കനാണെന്ന് പറഞ്ഞ് പറ്റിച്ച് കല്യാണാലോചന കൊണ്ടുവന്നു. ഒടുവിൽ തിലകൻ ചേട്ടൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ജയറാമട്ടനെ അവരുടെ വീട്ടിൽ പണിക്കൊന്നു പോവാതെ തടവിലിട്ടു. സ്വന്തം കുടുംബങ്ങൾക്ക് ഒരു തരി മണ്ണോ പൊന്നോ ഒന്നും കൊടുക്കാതെ അയാൾ നിധിക്കാക്കുന്ന ഭൂതം പോലെ അവിടെ നിന്നു.
ഇതിൽ ജയറാമേട്ടൻ തനിക്ക് ചെയ്തുള്ള സഹായങ്ങൾ തിരിച്ചറിഞ്ഞ് അയാളെ സ്നേഹിക്കുകയും അയാളെ ജോലിക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. സ്ഫടികം. മോഹൻലാലും തെലുങ്കനും ആണ് ഇതിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചത്. തിലകൻ ചേട്ടൻ ഇതിൽ സ്ട്രിക്റ്റായ ഒരു അധ്യാപകനും ഫാദറുമാണ്. അയാൾ സ്വന്തം മകനോട് മാത്രമല്ല സ്റ്റുഡൻസിനോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറാറ്. മാത്സിൽ മാർക്ക് കുറഞ്ഞ തൻ്റെ മകനുമായിട്ട് ഉയർന്ന മാർക്കുള്ള കുട്ടിയായിട്ട് കമ്പയർ ചെയ്തു. ഉയർന്ന മാർക്കുള്ള കുട്ടിയുടെ ബെഞ്ച് ക്ലീൻ ചെയ്യാൻ സ്വന്തം മകനോട് പറയുന്നു. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് അയാൾ പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് അയാൾ സ്വന്തം മകന്റെ കഴിവുകൾ അയാൾ നിരസിക്കുന്നു. സ്വന്തം മകൻ ഉണ്ടാക്കിയ ടൈപ്പ് റെക്കോർഡർ അയാൾ തേയിലോട്ടിടുന്നു. കുട്ടികൾ ഇത്തരം ഭാഷകൾ നശിപ്പിക്കരുത്. ആദ്യം പഠിത്തം, അത് കഴിഞ്ഞ് മതി കണ്ടുപിടുത്തം, ഓട്ട കണ്ടുപിടുത്തം. ഇദ്ദേഹം അവസാനം ഇദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. ഗൈസ്, സീ യു ലേറ്റർ.